ബീഫ് വരട്ടിയെടുക്കാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, പിന്നെ വേപ്പില, പച്ചമുളക്, ഒരു 10-20 ചുവന്നുള്ളി, പിന്നെ 2 സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഒരു വലിയ കുടമുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക് 3 എണ്ണം. ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കൂടെ ഒരു 3 തക്കാളി ഞാനിടുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി നന്നായി ചേർക്കണത് ഈ ഇറച്ചിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്ന ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3 തക്കാളി, 5 തക്കാളി എടുത്ത ഒരു 2 തക്കാളി പിന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ ചേർത്ത് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കൂടിയിട്ട് നന്നായി വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ തേങ്ങ കഷ്ണങ്ങളായിട്ട് കൊത്തിയത് ഞാൻ ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു തേങ്ങയുണ്ട്, ചെറിയ തേങ്ങ കേട്ടോ. അപ്പോൾ അത് കൊത്തായത് നമുക്കൊന്ന്, ഇത് വറുക്കാനൊന്നുമല്ല കേട്ടോ, അത് അങ്ങനെ വെളിച്ചെണ്ണയിൽ സബോള വാടണേൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു വാട്ടം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ തൃശ്ശൂർക്കാരുടെ നാളികേര കൊത്തിട്ടിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ബീഫ് കടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ തേങ്ങ കൊത്ത് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ ഈ സബോള അങ്ങനെ ഒന്ന് പകുതി വഴന്നതിന് ശേഷം ഇനി നമ്മൾ ബാക്കിയുള്ള ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കി പകുതി വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടി, വട്ടയപ്പം, ചപ്പാത്തി, പൂരി എല്ലാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പെരുന്നാൾ സീസണല്ലേ, ഇത് വളരെ മിക്ക വീട്ടിലും ഉണ്ടാക്കണ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ വഴന്ന് വരട്ടെ. ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഒക്കെ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നായി വന്നതിന് ശേഷം കണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഞാൻ നേരത്തെ കുക്കറിൽ പുതിന മല്ലിയിലേക്ക് ഇട്ടിട്ട് അത് പറയാൻ മറന്നു. പുതിന മല്ലിയില വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാനായിട്ട് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് വേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല കുറുതായ കുറച്ച് ചാറുണ്ടാവുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂണ് കഷ്ടി ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ പൊടിക്കുന്ന ഗരം മസാലയും കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോകണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. പച്ചക്കുത്തുണ്ടെങ്കിൽ പിന്നെ കറിക്കൊരു പ്രത്യേകമായിട്ട് വേറെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി 2 തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. അതിഞ്ഞ് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചാറുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറ്റിച്ചെടുക്കും ഇതിലൊഴിച്ചിട്ട്. അപ്പോൾ ഈ മുളകൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും. അത് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കണേ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാനാണ്. ഈ ചാറിൽ കിടന്നിട്ട് ഈ ഇറച്ചി ഒന്നും കൂടി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എടുക്കുമ്പോഴാണ് അതിനൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കറിയായി വന്നിട്ടുണ്ട് കണ്ട കറിയായിട്ടല്ല, ഇതിഞ്ഞ് വറ്റിച്ചെടുക്കണം നമുക്ക്.
തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടി അതിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ കറിയായി വന്നിട്ട് ഇങ്ങനൊരു ചെറിയ ചാറ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് ആ വട്ടപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ്. അപ്പോൾ ഒരു ചാറ് ഇതിപ്പോൾ വറ്റും, ഇതിൻ്റെ ഉള്ളിലിരുന്ന് വറ്റും. ചാറൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ഒരു കുറുമ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു, ബൈ. ഇതാണ് നമ്മുടെ നാളികേര കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത നമ്മുടെ ബീഫ് കറി. താങ്ക് യു, ബൈ.